ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റിയും ഹെൽത്തിയുമായിട്ടുള്ളൊരു കപ്പ് കേക്കാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ കളറോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും തന്നെ യൂസ് ചെയ്യുന്നില്ല. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനത്തെ ഒരു കപ്പ് കേക്ക് ഒരുപാട് നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയാൽ സക്സസ് ആയി. അപ്പോൾ നിങ്ങൾ കൂടെ അത് ഷെയർ ചെയ്യാമല്ലോ എന്ന് കരുതി. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ബീട്രൂട്ട് ആണ്. ഇതിൽ ഫുഡ് കളർ ആഡ് ചെയ്യാതെ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: ബട്ടർ 100 ഗ്രാം, മുട്ട വലുത് 2 എണ്ണം, പഞ്ചസാര 3/4 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മധുരം ആവശ്യമുള്ളവർക്ക് 1 കപ്പ് വരെ യൂസ് ചെയ്യാം. മിൽക്ക് പൗഡർ 2 ടേബിൾ സ്പൂൺ, കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ, ഓൾ പർപ്പസ് ഫ്ലോർ 1 കപ്പ്. പിന്നെ ഇതിലേക്ക് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ബീട്രൂട്ടാണ് വേണ്ടത്. ബീട്രൂട്ട് വാങ്ങുമ്പോൾ നല്ല റെഡ് കളറിലുള്ളത് തന്നെ വാങ്ങാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് നമ്മൾ മിക്സി ജാറിലാണ് അടിച്ചെടുക്കുന്നത്. ഈ മിക്സി ജാറിൽ അടിച്ചെടുക്കുമ്പോൾ വെള്ളം അധികം യൂസ് ചെയ്യാണ്ട് വേണം അടിച്ചെടുക്കാനായിട്ട്. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബീട്രൂട്ട് നല്ലതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. അത് ഫുള്ളായിട്ട് ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട ബീറ്റ് ചെയ്യണം. അതിന് ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളാണ് വേണ്ടത്. അതായത് വെള്ളം ഒട്ടുന്നതിന് പാടില്ല. വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുമ്പോൾ അതൊട്ടും പൊങ്ങില്ല. ഇതിലേക്ക് നമ്മൾ 2 മുട്ടയുടെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത് പതിയെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ചെറുതായി ഒന്ന് പതഞ്ഞ് വരും. ഈ സമയത്ത് നമുക്ക് കുറച്ചായിട്ട് പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് ഒരു 3 പ്രാവശ്യമായിട്ടൊക്കെ പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ബൗൾ കമഴ്ത്തിയാൽ പോലും താഴേക്ക് പോവില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടർ ബീറ്റ് ചെയ്തെടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ബീറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മുട്ടയുടെ മഞ്ഞക്കരു കൂടെ ചേർത്ത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ബട്ടർ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പ് കേക്കിനുള്ള മിക്സ് തയ്യാറാക്കാം. അതിനു മുന്നേ ഓൾ പർപ്പസ് ഫ്ലോർ 1 വട്ടമെങ്കിലും അരിച്ചെടുക്കണം. അതിൽ കട്ടയോ മറ്റോ ഉണ്ടെങ്കിൽ പോകാനാണ്. അതിനുശേഷം ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളയിലേക്ക് പൊടി കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് പതിയെ ഫോൾഡ് ചെയ്തെടുക്കണം. ഇതിലേക്ക് ബട്ടർ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കാം. ഓവർ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കപ്പ് കേക്ക് ഹാർഡായി പോവും. എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ജ്യൂസ് കുറച്ചായിട്ട് ചേർത്ത് മിക്സ് ചെയ്യണം. ഈ സമയത്ത് മിൽക്ക് പൗഡറും കോഫി പൗഡറും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഉടക്കണം. നമ്മുടെ മിക്സ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. മിക്സിൻ്റെ മുകളിൽ പൊങ്ങിക്കിടക്കുന്നത് കട്ടിയൊന്നും അല്ല കേട്ടോ, ഇത് ബട്ടറാണ്. അതായത് ഇവിടെ തണുപ്പ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഞാൻ പേപ്പർ കപ്പുകൾ എടുത്തിട്ടുണ്ട്. കപ്പ് കേക്ക് ട്രേയിലാണ് ബേക്ക് ചെയ്യുന്നത്. നമ്മൾ കപ്പ് കേക്ക് ട്രേയിൽ കപ്പ് വയ്ക്കുമ്പോൾ 1-2 കപ്പ് എക്സ്ട്രാ വെച്ച് കൊടുക്കണം. അപ്പോൾ കപ്പ് കേക്കിൻ്റെ അടി നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. ട്രേ ഇല്ലെങ്കിൽ കേക്ക് പാൻ ഉണ്ടെങ്കിൽ അതിൽ പേപ്പർ കപ്പ് വെച്ചിട്ട് ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ബേക്ക് ചെയ്തെടുക്കാം. കപ്പിൽ ബാറ്റർ ഒഴിക്കുമ്പോൾ 3/4 ഭാഗത്തോളം ബാറ്റർ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബേക്കായിട്ട് വരുമ്പോൾ ബാറ്റർ പുറത്തേക്ക് ഒഴുകി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കപ്പ് കേക്ക് അധിക സമയം ബേക്ക് ചെയ്യരുത്. അതിൻ്റെ മുകൾ ഭാഗം കൂടുതൽ ഡ്രൈ ആയി പോകും. 160 ഡിഗ്രിയിൽ 5-10 മിനിറ്റാണ് പ്രീ ഹീറ്റ് ചെയ്യണം. അതിനുശേഷം 180 ഡിഗ്രിയിൽ 20 മിനിറ്റാണ് ഞാനിവിടെ കപ്പ് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന സമയം. ചില ഓവനുകളിൽ ചൂടിൻ്റെ വ്യത്യാസം കൊണ്ട് സമയത്തിൽ വ്യത്യാസമുണ്ടാവും. 20 മിനിറ്റ് ആകുമ്പോൾ നിങ്ങളൊരു ടൂത്ത് പിക്ക് എന്തെങ്കിലും കൊണ്ട് കപ്പ് കേക്ക് ഒന്ന് കുത്തി നോക്കിയാൽ നമുക്ക് ഇത് ബേക്കായിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയാം. ബേക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 മുതൽ 5 മിനിറ്റ് വരെ കൂടുതൽ സമയം വെച്ചിരുന്നാൽ മതി. അതാ ഇവിടെ നമ്മുടെ കപ്പ് കേക്ക് നല്ലതുപോലെ ബേക്കായി വന്നിട്ടുണ്ട്.
കേക്ക് നന്നായി തണുത്തതിന് ശേഷം മാത്രം നമുക്ക് ഫ്രോസ്റ്റിംഗ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ക്രീം മെൽറ്റായി പോകാനുള്ള സാധ്യത കൂടുതലാണ്. റൂം ടെമ്പറേച്ചറിലുള്ള ക്രീം ജ്യൂസ് തന്നെ എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫാറ്റ് ക്രീം ജ്യൂസ് എടുക്കരുത്, ഫുൾ ഫാറ്റ് ക്രീം ജ്യൂസ് എടുക്കണം. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 100 ഗ്രാം ക്രീം ജ്യൂസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 50 ഗ്രാം അൺസാൾട്ടഡ് റൂം ടെമ്പറേച്ചർ ബട്ടറും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബീറ്റർ വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു ക്രീമി പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പോളം ഐസിങ് ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഐസിങ് ഷുഗർ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അതായത് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. അതാണ് ഐസിങ് ഷുഗർ. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പോളം മാത്രം മതി. ഈ 1/4 കപ്പോളം കുറേശ്ശെയായിട്ട് ചേർത്ത് നമുക്ക് ഇതൊരു ക്രീമി പരുവാകുന്നത് വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമ്മുടെ ക്രീം ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് ആരംഭിക്കാം. ബീട്രൂട്ട് കഴിക്കാത്ത കുട്ടികൾക്ക് പോലും ഈ ഒരു കപ്പ് കേക്ക് ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിച്ചോളും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കപ്പ് കേക്കാണിത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും. നമ്മളിതിൽ കളറോ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഓക്കെ താങ്ക് യു.